അപ്പം മച്ചാന്മാരെ നമ്മുടെ ഡിസംബറിൽ എത്തിയിരിക്കുകയാണ്. ക്രിസ്മസിലേക്ക് ഇനി ഏതാനും ദിവസങ്ങൾ കൂടി ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പള്ളിയിലുള്ള നമ്മുടെ സ്റ്റീഫൻ വിളിച്ചേക്കുന്നത്. സ്റ്റീഫൻ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ നമുക്കിതുപോലെ പുൽക്കൂട് ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ച്. അപ്പം ഞാനെന്നാ ഓക്കെ എന്നും പറഞ്ഞിട്ട് ഞാനും ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു 3-4 പേരും കൂടെ നമ്മുടെ പള്ളിയിലേക്ക് എത്തിന്നിരിക്കുകയാണ് പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുൽക്കൂടിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് യോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോസ് ഓഫ് സിവിൻ ബ്ലോഗ്സ്. അപ്പം നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ പുൽക്കൂടിൻ്റെ ബേസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ പള്ളിയുടെ ഗോഡൗണിൽ നിന്ന്. കൺഫ്യൂഷനായോ? എന്തെടുക്കണം? മെയിൻ കൺട്രാക്റ്റാ പുൽക്കൂടിൻ്റെ ഗൈസ്. അപ്പം നമ്മുടെ പുൽക്കൂടിനുള്ള ബേസ് സാധനം സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് പിള്ളേരെല്ലാം കൊണ്ടുപോവാണ്. ഇവിടാണ് നമുക്ക് പുൽക്കൂടിനുള്ള സ്ഥലം ഒരുക്കിയേക്കുന്നത് ഗൈസ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇടവക പള്ളി, ചെങ്ങന്നൂർ മർത്തുമറിയം ഫൊറോന ചർച്ച്. നേരത്തെ മേരിമാത എന്നായിരുന്നു, ഇപ്പം മർത്തുമറിയം എന്നാക്കി ഉണ്ട്. ഇതാണ് നമ്മുടെ ഇടവക പള്ളി. നിന്റെ അമ്മയുടെ സങ്കടം കണ്ടിട്ട് ഞാൻ അവർക്കൊരു വാക്ക് കൊടുത്തു, നിന്നെ കൊണ്ടുവന്ന് ഈ പള്ളി മുറ്റത്ത് നിർത്താമെന്ന്. ഞാൻ എന്റെ വാക്ക് പാലിച്ചു. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുൽക്കൂടിൻ്റെ കാലിത്തൊഴുത്ത് വരുന്ന മെയിൻ ബേസ് ഇതാണ്. ഇതിൻ്റെ മേളിലാണ് നമ്മൾ കാലിത്തൊഴുത്ത് പണിയുന്നത്. ഇനി ആ കമ്പിയുടെ മേളിൽ നമ്മളൊരു പ്ലൈവുഡ് വെച്ചിട്ടുണ്ട്. പ്ലൈവുഡ് വെച്ച് തൊട്ട് പുറകെ തന്നെ ഒരു ബെഞ്ചും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മണ്ണിൽ മുക്കിയ ചാക്ക് നമ്മൾ വിരിക്കുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു മണ്ണിൻ്റെ ഒരു കളറും സ്ട്രക്ചറൊക്കെ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ വിത്തിടുമ്പോൾ നമ്മൾ അതിൽ ഒട്ടിയിരിക്കാനും കൂടിയാണ്. ചെളി ഒരുവിധം സെറ്റായതിനു ശേഷം നമ്മൾ മണ്ണ് മുഴുവനായിട്ട് ഇടുകയാണ് ഗൈസ്. അപ്പം നമ്മുടെ പുൽക്കൂട് നിർമ്മാണത്തിൻ്റെ 2ാമത്തെ ദിവസം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ വേണ്ട പിള്ളേരെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു മല സെറ്റ് ചെയ്തിട്ട് അതിലേക്കൂടെ ഉള്ള ഒരു പാത്ത് സെറ്റ് ചെയ്യുകയാണ്. അങ്ങനെ സിമെൻറ്റ് ലൂസായിട്ട് കലക്കിയ ശേഷം നമ്മളൊരു വെള്ള തുണിയിൽ നമ്മൾ സിമെൻറ്റ് മുക്കി ഒരു പുഴയുടെ ഒരു സ്ട്രക്ചറിൽ നമ്മളത് വിരിച്ചു കൊടുക്കുകയാണ്. ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പണിയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് ഇനി കളർ അടിക്കണം, ചെടികൾ മറ്റ് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യണം, പിന്നെ മോട്ടർ വെക്കണം, പിന്നെ അങ്ങനത്തെ കുറച്ച് പൈപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്യാനൊക്കെ ഉണ്ട് ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ പുൽക്കൂട് നിർമ്മാണത്തിൻ്റെ 3ാം ദിവസമായി ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ നിർമ്മിക്കലാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ പരിപാടികളൊക്കെയാണ്. നമ്മൾ കാർഡ്ബോർഡ്, PU-ഫോം, തെർമോകോൾ ഇതെല്ലാം വെച്ച് നമ്മുടെ പിള്ളേർ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുൽക്കൂടിൻ്റെ ബേസ് തയ്യാറായിട്ടുണ്ട്. അതായത് സൈഡ് വെക്കുന്ന ബേസ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തുണി വെച്ചിട്ട് ചെറിയൊരു ടെസ്റ്റർ വർക്ക് ആഡ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ തുണിയുടെ അളവ് എടുത്തിട്ട് ഇതിനകത്ത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് മൊത്തം തേച്ച് വെച്ചിട്ട് നമ്മളിതിലേക്ക് ഉണങ്ങാൻ പറ്റും. പ്ലാസ്റ്റർ ഓഫ് പാരീസ് കലക്കിയിട്ടുണ്ട്. കലക്കി നമ്മൾ തുണിയിലേക്ക് ആഡ് ചെയ്ത് കാണിച്ച് കുറച്ച് അവിടെ എവിടെയെങ്കിലും ജസ്റ്റ് ഒരു ടെസ്റ്ററിന് വേണ്ടി ജസ്റ്റ് ഒരു തുണി ഇങ്ങനെ വലിച്ച് വരണം. നല്ല ഒരു ടെസ്റ്റർ കിട്ടത്തുള്ളൂ. നമ്മൾ പെയിൻ്റ് അടിക്കാൻ നേരത്ത് അതിൻ്റെ ഒരു ഭംഗി കിട്ടത്തുള്ളൂ. തെങ്ങിൻ്റെ പരിപാടികളൊക്കെ നമ്മൾ പ്രിൻ്റോ ഏകദേശം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രിൻ്റോടെ വർക്ക് അവിടെ തീരാറായപ്പോഴത്തേക്ക് നമ്മുടെ പാലത്തിൻ്റെ പണി നമ്മുടെ സ്റ്റീഫൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു ഓവർ ബ്രിഡ്ജ്. ഇത് ഏത് പാലമാണ്? ലണ്ടൻ ബ്രിഡ്ജ്. സുബിനാണെങ്കിൽ ഇത് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പുൽക്കൂടിൻ്റെ ബേസിലേക്കുള്ള ജനലിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആർട്ട് വർക്ക് ഉണ്ട്. ഇതിപ്പം നമ്മൾ മുള വെട്ടിയിരിക്കണം. മുളയുടെ ചെറിയ പീസ് എടുത്തിട്ട് നമ്മൾ ചെറിയൊരു കിണർ എന്ത് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആർട്ട് വർക്കാണ് ഇത്. മുളയുടെ ഇല്ലിക്കമ്പ് കൂടെ വെച്ചിട്ടാണ് നമ്മൾ കിണർ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കിണർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ട് നമ്മളൊന്ന് കവർ ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു ടെസ്റ്റർ വർക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട്സ്, ആർട്ട് വർക്കിന്റെ ഇടയ്ക്ക് നമ്മുടെ പ്രിന്റുകളെ മാസ്മരിക്കുന്ന ആർട്ട് വർക്കാണിത്. ഇതൊന്ന് വാഴയല്ലേ? അങ്ങനെയൊന്നുമില്ല, എന്ത് വേണേലും പറയാം. വാഴയില. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഒരാഴ്ചത്തെ പുൽക്കൂട് പണിയുടെ കലാശക്കൊട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പിള്ളേരെല്ലാം കൂടെ ഒന്ന് ആഞ്ഞു പിടിക്കുകയാണ്. ഫുൾ പരിപാടിയൊക്കെ നമ്മൾ സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല, രൂപങ്ങളൊന്നും വെക്കാതെ ബാക്കിയുള്ള ചെറിയ ചെറിയ മിനുക്കുമണികളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ രൂപവും കെട്ടിടങ്ങളൊക്കെ വെക്കത്തുള്ളൂ. അവിടെ സുബിനാണെങ്കിൽ മല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്.
മലയല്ലടാ, കുന്നു കുന്നു. ഗൈസ്, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസം കിളിപ്പിക്കാണ്ടിരുന്ന തേന കിളുത്ത് വന്നിരിക്കുകയാണ് നല്ല അടിപൊളിയായിട്ട്. ഇത് ഡയറക്റ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കില്ല, ഒരു സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് വേണം നമ്മൾ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. വെള്ളം ഒഴുകുന്നൊരു മല കൂടാതെ നമ്മൾ വെള്ളച്ചാട്ടം ഇല്ലാത്തൊരു മല കൂടി നമ്മൾ സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ രാത്രി 10 മണിയായി. 10 മണിയായപ്പോൾ തന്നെ നമ്മുടെ പള്ളിയിലുള്ള മറ്റ് ചേട്ടന്മാരൊക്കെ നമ്മളോട് സഹായിക്കത്തിന് വന്നിട്ടുണ്ട്. ഒരു സൈഡിൽ പുൽക്കൂടും മറു സൈഡിൽ ട്രീ, ഒരു സൈഡിൽ പുൽക്കൂട് മറു സൈഡിൽ ട്രീ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുൽക്കൂടിൻ്റെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്, മൊത്തത്തിൽ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇനിയുള്ളത് നിങ്ങൾക്ക് വേണ്ടി ആ പുൽക്കൂട് കാണിക്കുക എന്നുള്ളതാണ്. പക്ഷേ പുൽക്കൂട് കാലത്തൊഴുത്ത് മാത്രമല്ല, നമ്മളൊരു മിനി വില്ലേജാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വില്ലേജ് എന്ന് പറയുമ്പം കുറച്ച് പഴയ കെട്ടിടങ്ങൾ, കിണർ, പുഴ, മല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സ്. അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ഇതിൻ്റെ വിഷ്വൽസ് ഫുള്ള് കാണിച്ചു തരാം.